എന്നാടാ നിന്റെ ഡബിൾ ലാർജ്? താങ്ക് യു മേജർ. ആ എന്നിട്ട് പറയണം, കിരൺ ചെറിയാൻ പോത്തൻ. ഒരു ഫോൺ കോൾ ഇല്ല, ഒരു കത്തില്ല. എവിടെ ആയിരുന്നടാ നീ കഴിഞ്ഞ ഒരു 6 മാസക്കാലം? ഇൻ ജോഹാനസ്ബർഗ്. അവിടെ ഒരു പഴയ ഗോൾഡ് മൈൻ ഓണറുടെ 4ാമത്തെ വെപ്പാട്ടിയുടെ കൂടെ പ്രൊവൈഡിങ് പേഴ്സണൽ സെക്യൂരിറ്റി. ഒടുവില് അക്കന്റെ ബോഡി മാത്രം ഗാർഡ് ചെയ്താൽ പോരാന്നൊരു അവസ്ഥ വന്നപ്പോ തടിയൂരി. അതങ്ങനെ ഒരു 4 മാസം. പിന്നെ ഒരു 2 മാസം ഉലകം ചുറ്റും വാലും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 ദിവസം നല്ല പഴഞ്ചോറും പന്നിയിറച്ചി നല്ല അമരം വാറ്റുമൊക്കെ ആയിട്ട് അങ്ങ് കാഞ്ഞിരപ്പള്ളിയില്. ഓഹോ, എന്നിട്ട്? എന്നിട്ട് എന്താവാൻ? ദിവസവും പള്ളിയിൽ പോണം, എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണം, ഉള്ള റബ്ബർ തോട്ടം മുഴുവൻ എന്റെ തലയിലോട്ട് എഴുതി വെക്കണമെന്നും പറഞ്ഞ് പപ്പായും അമ്മച്ചിയും അമ്മച്ചിയുടെ ആങ്ങളെ പരിശുദ്ധ പിതാവ് ബിഷപ്പ് വട്ടേക്കാട് തിരുമനസും എല്ലാം കൂടെ ഒത്തോണ്ട് എന്നെ പിഴിഞ്ഞങ്ങ് ജ്യൂസ് അടിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ ടക്ക് ഒരു ഒറ്റ മുങ്ങല. പപ്പായ്ക്കും അമ്മച്ചിക്കും പോലും അറിയാലോ ഞാൻ ഇങ്ങോട്ടാ വന്നിട്ടില്ലെന്ന്. ചില നായ്ക്കളുടെ ഊരാ നിനക്ക്. വീട്ടിൽ എത്ര ഉണ്ടായാലും എരന്ന് തന്നെ തിന്നണം, എന്നാലേ കുടൽ നടക്കത്തുള്ളൂ. നിന്റെ അപ്പൻ എത്ര വയസ്സാന്നറിയോ നിനക്ക്? അതിപ്പോ ഒരു 78 വിത്ത് എ ഹിസ്റ്ററി ഓഫ് 2 മേജർ ഹാർട്ട് അറ്റാക്സ്. അമ്മച്ചിക്കോ? അതിപ്പോ ഏതാ 71. ഇല്ലാത്ത അസുഖങ്ങളോട്ട് ഇല്ലതാനും. പിന്നെ അവസാന കാലത്ത് ആറ്റോന്നുണ്ടായി കിട്ടിയ ഒറ്റപുത്രൻ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയതിനുള്ള മനസുഖം വേറെ. എടാ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വയസ്സായി പോയ അപ്പനും അമ്മയൊക്കെ ഒരു തമാശയാ പലർക്കും. പല വീടുകളിലും വീടിനുള്ളിൽ തന്നെ ഒരുതരം ലൈവ് കോമഡി ഷോ. ജീവനോടെ ഉള്ളപ്പോൾ നമുക്ക് അവരുടെ വില മനസ്സിലാവില്ല. മരിക്കണം, അവര് മരിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് എത്രയാ നഷ്ടപ്പെടുന്നതെന്ന്. തീരെ ചെറുപ്രായത്തിലെ നഷ്ടം എന്താണെന്ന് അറിഞ്ഞവനാ ഞാൻ. But when you realize it will be too late. അതിപ്പോ ചായ have it. ഇച്ചായൻ ഇതിനിടയ്ക്ക് 3 തവണ നാട്ടിൽ പോയപ്പോഴും കാഞ്ഞിരപ്പള്ളി ചെന്നിരുന്നു, പപ്പായ അമ്മച്ചിയും ചെന്ന് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മച്ചി. കഴുതേ, അങ്ങനെ ചുമ്മാ നാട്ടിൽ പോയപ്പോ ചെന്ന് കയറി കണ്ടതൊന്നുമല്ല. നിന്റെ പപ്പായ അമ്മച്ചിയും കാണാൻ വേണ്ടി തന്നെ ഞാൻ പോയ നാട്ടില് ഈ 3 തവണ. നിന്നെ പറ്റി ഒരു വിവരമില്ല എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് സങ്കടപ്പെടുന്നത് കേൾക്കുമ്പോ അയ്യോ എന്റെ പള്ളി. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയില് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ ഒരു 124 ISD കോൾ വിളിച്ചിട്ടുണ്ട്. ഈ പോത്തിനെ ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് എന്റെ കാശ് പോയതും മിച്ചം. ഈ തെണ്ടി തിരുന്നതിനിടയ്ക്ക് എനിക്കൊരു പിക്ചർ പോസ്റ്റ് കാർഡെങ്കിലും വാങ്ങിച്ച് ഒപ്പിട്ട് അയക്കാൻ വിലയിച്ചായ കണ്ടോ കണ്ടോ, ഇതാണ് ടിപ്പിക്കൽ നസാണിച്ച്. എന്നെ ഫോൺ ചെയ്ത് കിട്ടാത്തതല്ല, അവളുടെ കാശ് പോയല്ല സങ്കടം അല്ലോടി. അയ്യടാ എടാ പോടാ തടിയാന്നൊക്കെ വിളിക്കണ ഏട്ടോ ഒന്ന് ഇവിടെ എന്റെ കേട്ടോ പെങ്ങളെ. ഞാൻ പട്ടാളത്തിൽ ചേർന്ന് ആദ്യമായിട്ട് ഈ മേജറെ കാണാൻ വേണ്ടി കോട്ടേഴ്സിൽ ചെല്ലുമ്പോ ജസ്റ്റ് ഒരു LKG പീസ് ഒടിച്ചു മടക്കിയത് ഈ പോക്കറ്റിലാണ് ഇത്രയുള്ളി സാധനം. എന്നിട്ട് അവളാണ് എന്റെ പള്ളി. ഇതാര്? യുവർ അമ്മു സ്വാമിനാഥൻ? യെസ്, അമ്മു സ്വാമിനാഥൻ. വെരി മച്ച്. ബട്ട് ഹൗ കം യു ആർ ഹിയർ? അതെങ്ങനെ അറിയോ നീയും അമ്മും തമ്മില്? നന്നായിട്ടറിയും, നല്ല ഭംഗിയായിട്ടറിയും. അല്ല നീ എങ്ങനെ അറിയുവനെ? അത് അല്ല മേജർ യുനോ, അല്ല കൃത്യമായിട്ട് നമ്മൾ എവിടെ വെച്ചാ കണ്ടത്? ഫ്ലൈറ്റിലോ അതോ ട്രെയിനിലോ? ഏയ് അല്ലല്ല, പാർക്കില്. ഹേയ് മിസ്റ്റർ, ഞാൻ മറന്നിട്ടില്ല. എനിക്ക് നല്ല ഭംഗിയായിട്ട് ഓർമ്മയുണ്ട് നിങ്ങളെ. ഓ യെസ്. എന്റെ മേജർ, ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിൽ വെച്ചാ ഒരു 97. ഈ കൊച്ചിന്റെ ഡാൻസ് കാണാൻ ടിക്കറ്റ് എടുത്ത് കയറി ഞാനും നമ്മുടെ പഴയ ക്യാപ്റ്റൻ ദൽവീറും. എന്നിട്ടൊടുക്കം ഡാൻസ് കഴിഞ്ഞപ്പോ ദൽവീറിന് ഭയങ്കര മോഹം ഈ കൊച്ചിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ. അല്ല ദൽവീർ ഭയങ്കര വെള്ളമായിരുന്നു. പിന്നെ ഞാൻ അവനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച്. ഏയ് മതി മതി നിർത്ത്. സത്യം ഞാൻ പറയാം രവിച്ചായ. വേണ്ട, സത്യം ഞാൻ പറയാം. അതായത് ഡാൻസ് തീർത്ത് നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ കൃത്യം ഗ്രീൻ റൂമിന്റെ വാതിക്കൽ ഇവൻ ആടിച്ച് നല്ല കിൻഡിയായിട്ട് ഓൺ 4 വീൽസ്, റൈറ്റ്? അതെ. നിർബന്ധമായിട്ടും ഇവന് നിന്റെ ഓട്ടോഗ്രാഫ് വേണം. അതിങ്ങനെ കവിളിലൊരു ഉമ്മയായിട്ട് വേണം. അതാണ് ഇവന്റെ ഡിമാൻഡ്. ആൻഡ് യു സ്ലാപ്പ് ഇറ്റ്, റൈറ്റ്? എക്സാക്ട്ലി. ബട്ട് രവിച്ചായൻ ഇതെങ്ങനെ? ഏയ് അത് ഇവന്റെ ഒരു പഴയ നമ്പറാ. ബട്ട് നോ ഹാം മെന്റ് അല്ലടാ. പണ്ട് കമ്പനിയുടെ ഒരു ഇൻഫോർമൽ ഗ്യാതറിംഗില് ബ്രിഗേഡിയറുടെ മോള് ഡാൻസ് ചെയ്ത് ഇറങ്ങിയപ്പോ he did the same thing and more. പെണ്ണിനെ കയറി പൂണ്ടടക്കം പിടിച്ചിട്ട് ഒരൊറ്റ ഉമ്മയാ. അന്ന് ഇവന്റെ തല പോകായിരുന്നതേ. എന്റെ ദൈവമേ, ആ വട്ട് പെണ്ണിന് ഇവനോട് ഓൺ ദ സ്പോട്ടിൽ ഒരു അനുരാഗം തോന്നിയതുകൊണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. പക്ഷെ മേജർ, അന്നത്തെ വെള്ളം ഇറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ മൈ സിൻസിയർ അപ്പോളജീസ് എന്താ ഈ കൊച്ചിനൊരു കാർഡ് അയച്ചു ഞാൻ ബാംഗ്ലൂർക്ക്. കിട്ടിയില്ലേ അത്? ഫ്രം 1 ലെഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോത്തൻ. ഓ കിട്ടി. പക്ഷെ മറുപടി അയച്ചില്ല. പുലിവാലായെങ്കിലോ എന്ന് പേടിച്ചിട്ട്. നന്നായി പോയി. അമ്മ വാ. പോലെ ഈ കൊച്ചെങ്ങനെ വന്നു ചേന്റെ വീട്ടില്?
അതെ, തടിയന് നല്ല വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു തരാം. പിന്നെ ഇപ്പൊ പോയി പണി നോക്ക്. അല്ലടേ അത് ആഹാ ആഹാ അല്ലേ ചായ, ഇതെങ്ങനെ ഇവിടെ ഒന്ന് ചെടി ഈ പെങ്കുച്ച്? ദാറ്റ്സ് എ ബിഗ് സ്റ്റോറി. ആഹാ എന്റെ പള്ളി, ഇത് ഇവിടെയെങ്കിലും ഒന്ന് കയറി കൊളുത്തിയിരുന്നെങ്കിൽ. ഈ ചായ ദേ, ഒരു കൊച്ചുകാര് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും ഈ തറവാടിന്. ഒരു ജൂനിയർ രവിമാമൻ. കഴുതേ, come on, finish your drink. Hey. I said finish your drink. Yes, Major. Come on. അതെ, ഒന്ന് വലിച്ചു നോക്കുന്നോ? മരകേക്ദം. വേണ്ട വേണ്ട, എന്റെ പൊന്നാലിസേ, നീ ഒന്ന് എഴുന്നേറ്റാ മതി. ദേ, ഇനിയും വൈകിയാലുണ്ടല്ലോ, ചെന്ന് കേറുമ്പോ വെറുതെ രവിച്ചാന്റെ തെറി കേൾക്കേണ്ടി വരും. കമോൺ കമോൺ. ഹിറ്റാന്റെ മൂഡ്സ് ഒക്കെ ഇപ്പൊ എന്നെക്കാളും നന്നായിട്ട് ഊഹിച്ച് പറയാറായിപ്പോ ഇപ്പൊ ഇവിടെ അടുത്തേക്ക്. അമ്പടി. अरे ये क्या गड़बड़ हो रहा है यहाँ? Hey, who are you? Hey, अम्मू, अम्मू स्वामीनाथन, dancer. Yes. Autograph, please. വാമു. Hey, please, autograph. അയ്യോ, മാറി നിൽക്ക് മിസ്റ്റർ. വാമു. Excuse me. അയ്യടാ, അങ്ങനെ അങ്ങ് ചൂടായാലോ മോളെ. കുട്ടി നമ്മുടെ രവിമാമന്റെ. ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഞാൻ രവിമാമന്റെ ആരാണെന്ന്? കമ്മണു. കിട്ടുന്നില്ല ചായ. കീപ് ട്രൈങ്. ചന്ദ്രേട്ടാ, ഈ അവസ്ഥയിൽ അമ്മൂനെ ആലിസിനെ തനിച്ചു വിടാതെ ഒന്ന് ആലോചിച്ചുവിടായിരുന്നു നിങ്ങൾക്ക്? രവി, ഞാൻ ഇവനെ കൂടെ വിടായിരുന്നല്ലോ. പ്ലീസ് ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. അങ്ങനെ ദൂരെ ഒന്നും പോവില്ല അവര്. യൂസഫ്, നിനക്കറിയാമോടാ ആലിസിന്റെ ഡെസർട്ടിലെ സ്ഥിരം ഹാങ് ഔട്ട്സും റൂട്ട്സും ഒക്കെ? കുറച്ചൊക്കെ. Then come. അമ്മോ, go fast. ഇനിയെങ്കിലും ശത്രുക്കൾ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചുണ്ടാക്കാൻ പറയണം രവിമാമനോട്. കേട്ടോടി. Shakil, What?
Come on, let's go fast. Come on, boys. Get out of here. Hurry. എന്താ മക്കളെ? ഒന്നുമില്ല കരയണ്ട. റിലാക്സ് റിലാക്സ് റിലാക്സ്. ഒന്നുമില്ല റിലാക്സ് റിലാക്സ്. യൂസഫ്, ഇത് ചെയ്തത് ആരൊക്കെയായാലും ശരി, ഐ വാണ്ട് them traced. Huh? Hi. Oh, yeah. Excuse me. Are you Mr. Shakil? Yes. And you're Miss Veera. Yes. You called me on the phone. Yes, yes. Ah, yes, come on. Autograph, please. What? Autograph, please. What do you mean? Bye. मुझे शकील के बारे में कुछ नहीं मालूम जी। शकील कहाँ है? मुझे नहीं एक और चांस देता हूँ बस। बता जी मुझे। बता कहाँ है शकील? बता। नहीं मालूम मुझे। Stop it! अबे तो छोड़ दो उसे। क्या? तेरा शकील मेरे पास है। What? യെസ്, എന്റെ കയ്യിലുണ്ട് നീ അന്വേഷിക്കുന്ന ഷക്കീൽ. ഒരു പുല്ലും ചെയ്യാൻ ധൈര്യം വരില്ല നിനക്ക്. ദാ ഈ പീരങ്കി ഇങ്ങനെ രവിമാമന്റെ നേർക്ക് ചൂണ്ടിപ്പിടിച്ച് നിൽക്കാമെന്നല്ലാതെ നിറയൊഴിക്കാൻ കൽപ്പന കിട്ടിയിട്ടില്ല നിനക്ക്. ഫ്രം യുവർ ബോസ്, ഫ്രം ഡൽഹി, യുവർ ബോസ് ദ ഫോർമിഡബിൾ ഫോർമർ സെൻട്രൽ മിനിസ്റ്റർ KJ നായർ. തൽക്കാലം രവിമാമനെ കൊല്ലുന്നത് കാണാനല്ല, രവിമാമന്റെ തകർച്ച അത്രേ വേണ്ടു നിനക്ക്. നിനക്കല്ല, നിന്റെ ഗോഡ് ഫാദർ എന്റെ പഴയ മന്ത്രി KJ നായർക്ക് അല്ലേ? അതേടാ, ഡൽഹിയിലെയും UP-യിലെയും പിന്നെ മറാത്തയിലെയും തെലങ്കാനയിലെയും തമിഴകത്തിന്റെയൊക്കെ ബഹുജന നേതാക്കന്മാരുടെ കോടിക്കണക്കായ കോഴപ്പണം കടൽ കടത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അലക്കി വെളുപ്പിച്ചിട്ട് ഇവിടെ ഈ മരുഭൂമിയിൽ സ്കൈ ക്രേപ്പേഴ്സും സാറ്റലൈറ്റ് ചാനലുകളും നാർക്കോട്ടിക് ശൃംഖലകളും കെട്ടിപ്പൊക്കുന്ന നിന്റെ ബോസ് ഉണ്ടല്ലോ, ദ റോയൽ മണി ലോണ്ടർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്, ദ ഗ്രേറ്റ് KJ നായർ. ആ ബ്ലഡി സൺ ഓഫ് എ ബിച്ചിന്റെ ക്രിമിനൽ സിൻഡിക്കേറ്റിൽ ഒരു ഓവർസീസ് പ്രതിപുരുഷന്റെ വേഷം മാത്രമല്ല നിനക്കിപ്പോ और एक बहुत बड़ा मिशन കൂടെ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. That is to destroy me. അല്ലേ? എന്നെ നശിപ്പിക്കണം നായർക്ക്. എന്നിട്ടെല്ലാം നഷ്ടപ്പെട്ട രവിമാമനെ ചുരുട്ടി കൂട്ടിയെടുത്ത് അയാളുടെ കാൽക്കീഴിൽ എറിഞ്ഞു കൊടുക്കണം നീ. That's your mission. അതുവരെ നിനക്ക് ഇങ്ങനെ തൂക്കി പിടിച്ച് നിൽക്കാം.
പക്ഷേ നിറയൊഴിക്കാനാവില്ല. So Krishnarayan Bhattaji, please tell that old bloody bastard when you call Delhi. ഒന്നും മറന്നിട്ടില്ല രവി മാമനെന്ന്. Tell him that I am just being patient. Patient till the day I get to hit back. ए मेजर साहब, रुक जा। और सुन, तू 2 बार मेरे अड्डे पर आया और दोनों बार जीत तेरी हुई। इस बार जो मैं कह रहा हूं उसे जरा कान खोल के सुन। तू तीसरी बार मिलेगा मुझे, लेकिन तीसरी बार जीत तेरी नहीं होगी। तीसरी बार जीत होगी तो सिर्फ कृष्ण नारायण भट्टा की। I am sorry Krishnarayan Bhatta and I pity you. जा जा। പിന്നെ നിന്റെ ഷക്കീൽ ചെറിയൊരു പാഠത്തിന് അത്യാവശ്യം ഒന്ന് തീ വെച്ച് പുള്ളി കരയിച്ചിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹേയ് പേടിക്കണ്ട, ജസ്റ്റ് an ആക്സിഡന്റ്. ഇനി ദൈവം നേരിട്ടിറങ്ങി ഒന്ന് ചോദിച്ചാലും ശരി, അതിൽ കൂടുതൽ ഒരൊറ്റ അക്ഷരം പറയില്ല പാവം ഷക്കീൽ. He's so scared. പിന്നെ ഇനി ഒരു തവണ കൂടി എന്റെ പെങ്ങളുടെയോ എനിക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും നേർക്ക് ഒരു തുള്ളി പൂഴി നീ നുള്ളി എറിഞ്ഞാലുണ്ടല്ലോ, I will simply slice this off. വെട്ടിയെറിഞ്ഞ് നിന്റെ മുതക്കൻ നായർക്ക് അയച്ചു കൊടുക്കും. विक्टर, मुझे एक चीज मांगता है, एक कीमती चीज मांगता है। ടെൽ മീ പട്ടാജി, എന്തായാലും ശരി, എത്ര കോടിയായാലും ശരി, എന്ത് വേണം പട്ടാജിക്ക് പറയൂ, ഈ വിക്ടർ കൊണ്ടുവരും. मुझे वो साला गैम्बलर चंद्र नायर चाहिए। ചന്ദ്രൻ നായർ, പ്രൈസ് ദി ലോർഡ് പട്ടാജി, പ്രൈസ് ദി ലോർഡ്. डन, डू इट। ഹായ് മേജർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്നാ മുടിഞ്ഞ ട്രാഫിക് എന്റെ അമ്മോ. എന്റെ പള്ളി ധാരപ്പ ദേ മൊത്തത്തിൽ ഇത്തിരി നരച്ചു കൊരച്ചു പോയാൽ എന്നാ നല്ല ചരക്കായിട്ട് ഇരിക്കല്ലേ എപ്പോഴും ചന്ദ്രൻ നായര്, അല്ലേ മേജറെ? കഴുതേ കൊഞ്ചാതിരിക്കല അവിടെ. ദേ 3/4 മണിക്കൂറായി നിന്നെ കാത്തിരിക്കുന്നു പറഞ്ഞ് മീശ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രേട്ടൻ. ഓ പിന്നെ ചന്ദ്രേട്ടനോ മീശ പിരിക്കാനോ എന്നോടോ? അതെ, എലഞ്ഞിപ്പുഴ മാണിക്യത്ത് ശേഖരൻ നായർ ചന്ദ്രശേഖരൻ നായരെ മോന്ത വീപ്പിച്ചോണ്ടല്ലോ പ്ലച്ചേന്ന് വെച്ച കുത്തൂത്തി തരും ഞാൻ. അതെ ചന്ദ്ര, കള്ള നായരെ ഒന്ന് കൂടണ്ടേ നമുക്ക്? മേജർക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തെ പാർട്ടിക്ക് മേജർ ഒരു 21 പെഗ് അടിച്ചിട്ട് കല്ല് പോലെ, ഞാൻ ഒരു 18, ചന്ദ്രേട്ടൻ 19. പക്ഷെ ഇത്തവണ ഞാൻ ഈ നായരെ ബീറ്റിയിലും കൊണ്ടല്ലോ എന്നെ ദിങ്ങനെ 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 വിളിച്ചോ. ലെഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോത്തൻ, യു ആർ ഇൻ എ മീറ്റിംഗ്. അയ്യോ സിറ്റ് ഇരിയടാ അവിടെ. ഓക്കെ 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 സോറി. സോ ചന്ദ്രേട്ടൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഗ്രൂപ്പിലെ പല കമ്പനികളുടെയും ഡയറക്ടർ ബോർഡിൽ ഇവന്റെ പേരുണ്ട്. വെറുതെ നാം കെ വാസ്തെ ഡയറക്ടർ. ഒരു തൊഴിലും ചെയ്യാതെ ശമ്പളവും പേർക്സും പ്രോഫിറ്റ് ഷെയറും വർഷാവർഷം ഈ കളർ ആസ്കലിന്റെ പേരിൽ നമ്മുടെ ബാങ്കിൽ അടയ്ക്കുന്നുണ്ട്. അല്ല ചായ, അതേലൊന്നും കയറി കാലണ കൈകൊണ്ട് തൊട്ടിട്ടില്ലേ ഞാൻ. ബാങ്കിൽ എത്ര ഉണ്ടെന്ന് പോലും അറിയത്തില്ല എനിക്ക്. അറിയത്തില്ലെങ്കിൽ അറിയണം. ഇനി മുതൽ ഓരോന്നും കിള്ളിക്കീറി അറിയാൻ പോവാണ് നീ. മേജർ ഷട്ട് അപ്പ്. ചന്ദ്രേട്ടൻ മേക്ക് ഓൾ നെസസറി അറേഞ്ച്മെന്റ്സ്. ഒറ്റ വർഷം സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോവാണ്. അയ്യോ, രവി മാമൻ ഗ്രൂപ്പിലെ ഓരോ ഡിവിഷനിലും യു വിൽ വർക്ക്. എല്ലാ കമ്പനികളിലും ഡയറക്ടർ ആകുവാണ് നീ ഇന്ന് മുതൽ, വിത്ത് ഓൾ ഫെസിലിറ്റീസ്, ബട്ട് ഓഫ് കോഴ്സ് റെസ്പോൺസിബിലിറ്റീസ്. പക്ഷേ ചായ ഞാൻ ഐ സെഡ് ഷട്ട് അപ്പ്. ഇത്രയും കാലം നീ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് മതിയായി എനിക്ക്. ഗോൾഡ് മൈനയുടെ വെപ്പാട്ടിയുടെ ബോഡി ഗാർഡ്, ഏതോ 4ാം കട സ്ട്രിപ്റ്റീസ് ജോയിന്റിലെ ബൗൺസർ. ഇനഫ് വിത്ത് യുവർ ഡേർട്ടി ജോബ്. ഐ വിൽ ഗിവ് യു ജസ്റ്റ് 1 വീക്ക്. മിക്കവാറും അടുത്ത ആഴ്ച ഒരു യാത്രയുണ്ട് എനിക്ക്, എ ബിസിനസ് ടൂർ ടു ദ വെസ്റ്റ്. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് മുതൽ നീ ഇവിടെ തന്നെ ഉണ്ടാവും, ഈ ഓഫീസിൽ. 1 വർഷം കഴിഞ്ഞ് യു വിൽ ബി മെയ്ഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ ഓൾ ദ ഡിവിഷൻസ് ടുഗദർ. പിന്നെ ചന്ദ്രേട്ടാ, എന്റെ ആബ്സെൻസിൽ ചന്ദ്രേട്ടൻ എന്ത് തീരുമാനമെടുത്താലും അത് ഇവനും കൂടെ അറിഞ്ഞു വേണം, ഇവനോട് കൂടെ ആലോചിച്ച് വേണം, പോസിറ്റീവ്ലി അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. വാട്ട് യു മീൻ രവി? ചന്ദ്രേട്ടൻ എന്താ പെട്ടെന്നൊരു ഐ എം ഓൾ റൈറ്റ്. എന്തോ പെട്ടെന്ന് രവി ഒരു തീരുമാനം പറഞ്ഞപ്പോ ഐ ഗോട്ട് എ ഷോക്ക്. അറിയാലോ രവി, 100 കണക്കിന് കോടികൾ വന്നു മറിയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ എല്ലാ ഭാരങ്ങളും ഈ കിരണനെ പോലെ ഒരു ന്യൂ കമ്മറുടെ തലയിൽ കെട്ടിയേൽപ്പിക്കാന്ന് പറയുമ്പോ ഇറ്റ്സ് സൂയിസൈഡൽ. കമ്പനി അത് താങ്ങില്ല. ഹീസ് ടു ഇമ്മച്ചുവർ ആൻഡ് ഹീസ് സച്ച് ആൻ റെസ്പോൺസിബിൾ ഫൂൾ. ചന്ദ്രേട്ടൻ പറഞ്ഞ ചായ ശരി. യാതൊരു മുൻപരിചയവും ഇല്ലാതെ, യാതൊരു അച്ചടക്കമില്ലാത്ത എന്നെ പോലെ ഒരാളെ ഇത്രയും വലിയൊരു സ്ഥാപനം ഏൽപ്പിക്കാന്ന് വെച്ചാൽ സത്യം പറഞ്ഞത്. ഷട്ട് അപ്പ് യു ഫൂൾ. അച്ഛനൊക്കെ നിന്നെ പഠിപ്പിക്കാൻ എനിക്കറിയാം. പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ പട്ടാളത്തില്. ഐ നോ ഹൗ ടു. ആൻഡ് ചന്ദ്രേട്ടൻ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിം. ഐ എം സോറി. ചന്ദ്രേട്ടൻ അറിയില്ല, തനിക്ക് കാഞ്ഞിരപ്പള്ളി സ്ലാങ് വിട്ട് വലിയ ഹാഷ് പൂഷ് ഒന്നും ആയില്ലെങ്കിലും പഴയൊരു ഡോൺ സ്കൂൾ പ്രോഡക്റ്റ് ആണ് പ്ലാന്റർ ഷെവലിയാർ ചെറിയാൻ പോത്തന്റെ ഈ ഒറ്റ മകൻ. നിങ്ങൾക്കറിയില്ല എന്റെ ഈ കള്ള കഴിവേറി ലെഫ്റ്റനന്റിന്റെ മെറ്റൽ. ഹീസ് എ thoroughbred. ഹീസ് ഫിറ്റ് ഫോർ ദ ജോബ്. ഒരുപക്ഷെ എനിക്കും ചന്ദ്രൻ നായർക്കും കഴിയാത്തത് ഇവന് കഴിഞ്ഞു വന്നു വരും. യെസ്, കൺഗ്രാറ്റുലേഷൻസ് യങ് മാൻ. വെൽക്കം ടു ദ ടോപ്പ്. സീ യു രവി. പിന്നെ ചന്ദ്രേട്ടാ, ഒന്ന് പറയാൻ വിട്ടു.
ഇനി മുതൽ ചന്ദ്രേടൻ സൈൻ ചെയ്യുന്ന ഓരോ ചെക്ക് ലീഫിലും ഇവനും ഒപ്പുവെച്ചിരിക്കണം. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് ട്രസ്റ്റ് യു. ഉത്തരവാദിത്തങ്ങൾ തനിച്ചേക്കണ്ട, ഷെയർ ചെയ്ത് പഠിക്കട്ടെ ഇവനും. യെസ് യു ആർ റൈറ്റ്. യു ഹാവ് an appointment at Hyatt with Sir Arthur Williams. യെസ് സായിപ്പിനോട് എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കും. ബട്ട് രവി Go ahead.